ധ്യായാമോദവളാവകുണ്ടനവതീം തേജോമയീം നൈഷ്ഠികീം സ്നിഗ്ധാപാംഗവിലോകിനീം ഭഗവതീം മന്ദസ്മിതശ്രീമുഖീം വാത്സല്യാമൃതവർഷിണീ സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീം മധുസിക്തസൂക്തിം അമൃതാനന്ദാത്മികാം ഈശ്വരീം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ 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 ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന. കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിന്നാക്കുമാവതുമല്ലല്ലോ. ചിന്മയനായ നിന്നാമ മഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനിടോ. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം. ജന്മമാത്രതിചിത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ. ശൂദ്രസമാചാര തൽപരനായൊരു ശൂദ്രതരുണിയുമായി വസിച്ചേൻ ചിരം. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചു കൊള്ളുന്നു ദീനം പ്രതി. തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ? അല്പമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു. സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിനുത്തരമായവർ എന്നോട് ചൊല്ലിനാർ. നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ
താൻ അനുഭവിച്ചിടുകെന്നേവരൂ. ഞാനും അതു കേട്ടു ജാത നിർവേദനായി മാനസേ ചിന്തിച്ചോരോ തരം. താപസന്മാർ നിന്നരുളുന്ന ദിക്കിനു താപേന ചെന്നു നമസ്കരിച്ചിടിനേൻ. ഓം അവധേശ്വരിയെ നമഃ. ഭാരതീയ ഇതിഹാസ പുണ്യമായ രാമായണത്തിലെ വളരെയധികം ശ്രദ്ധേയമായ വാൽമീകിയുടെ ആത്മകഥ ചിത്രീകരിക്കുന്ന ഭാഗമാണ് ഇന്നിവിടെ പാരായണം ചെയ്തത്. ഒരേ ജന്മത്തിൽ തന്നെ കാട്ടാളനായും മഹർഷിയുമായും ജീവിച്ചിരുന്ന വാൽമീകി ഒരു നീതിബോധവും ധർമ്മബോധവും ഇല്ലാതെ ദുഷ്ടജീവിതം നയിച്ച വ്യക്തിയാണ്. ജ്ഞാനസ്വരൂപനായ ശ്രീരാമദേവന്റെ നാമഹത്വം കൊണ്ട് മാത്രമാണ് വാൽമീകി ബ്രഹ്മമുനിയായി തീർന്നത്. ഈശ്വര സമർപ്പിതമായ നിരന്തര സാധനയിലൂടെയും അനശ്വരമായ രാമമന്ത്ര ജപത്തിലൂടെയും വേദജ്ഞാനം നേടാനാകുമെന്ന് വാൽമീകി ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എത്ര അത്യാചാരിയാണെങ്കിലും മുനിസാമീപ്യം കൊണ്ട് ഒരുവനെ പാപത്തിൽ നിന്നും ശുദ്ധമാനസനാക്കുമെന്ന് വാൽമീകിയുടെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കാം. സപ്തർഷികളുടെ നിർദ്ദേശമനുസരിച്ച് താൻ ചെയ്യുന്ന പാപത്തിന്റെ ഫലം പങ്കിടുമോ എന്ന് ഭാര്യയോട് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി രത്നാകരൻ എന്ന കാട്ടാളന്റെ ജീവിതം മാറ്റിമറിക്കുന്നു. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുന്നേ വരൂ എന്ന ഭാര്യയുടെ മറുപടി കർമ്മഫല സിദ്ധാന്തത്തിന്റെ ഐതിഹാസിക പ്രഖ്യാപനമായി മാറുന്നു. അധർമ്മത്തിന്റെ പാപാഗ്നിയിൽ നിന്നും ധർമ്മത്തിന്റെ പാവനപാതയിലേക്ക് കൈപിടിച്ചുയർത്തിയ ആ ഭാര്യ ധർമ്മഗ്നി എന്ന പദത്തിന് അർഹയാണെന്നും കാണാം. മരമായിരിക്കുന്നതും രാമനായിരിക്കുന്നതും ഒരേ പരമമായ സത്യമാണെന്ന വേദാന്ത രഹസ്യം കാട്ടാളൻ കവിയായി തീർന്ന രൂപാന്തര കഥ നമ്മെ പഠിപ്പിക്കുന്നു. സകല ചരാചരങ്ങളെയും സംഭാവനയോടെ കാണുന്ന സന്യാസിമാരുടെ സാമീപ്യം ഒരുവരെ കാട്ടാളനിൽ നിന്നും വേദജ്ഞാനിയാക്കി മാറ്റിയത് സത്സംഗ ശ്രവണത്തിലൂടെയാണെങ്കിൽ ആധുനിക യുഗത്തിൽ സത്സംഗ ശ്രവണം മാനവരിൽ പരിവർത്തനം ഉണ്ടാക്കുമെന്ന് സുനിശ്ചിതമാണ്. ഓം നമഃ ശിവായ.